പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ജൂലൈ 18 വെള്ളിയാഴ്ച. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ നിമിഷം മുതൽ അങ്ങയുടെ ഞങ്ങൾ തിരിച്ച് ഇന്നത്തെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കർത്താവെ, എല്ലാ മക്കളെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ മക്കൾക്കും, ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും, ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ദേവമാതാവിനെ പ്രത്യേകം മാധ്യസ്ഥ ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ.
നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തികളെയും നിൻ്റെ ഒപ്പിനെയും നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ താമസം, നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ കർത്താവിനെ ഏറ്റെടുക്കുകയും നിനക്കത് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകൾ നീ തിരിച്ചറിയുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശ്യിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുള്ള തടസ്സങ്ങളെ ഈ ഒറ്റ പ്രാർത്ഥനകൾ നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഇന്നേ ദിവസം കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കപ്പെടട്ടെ. എല്ലാ കാലത്തും വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രയർ എന്നുള്ളതിന് നമുക്ക് നമ്മുടെ പ്രായത്തിനൊത്ത് മറുപടി പറയണം. അല്ല 2 വയസ്സിൽ 5 വയസ്സിൽ ദൈവൻ്റെ പിതാവാണ്, ഞാൻ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞത്, അല്ല 5 വയസ്സ് അതിൻ്റെ കിൻഡർഗാർട്ടൻ സ്റ്റൈലിൽ ആദ്യകാലങ്ങളിൽ ദൈവാനുഭവത്തിന് ആദ്യകാലം പറയാം. പക്ഷെ മുതിർന്ന അത് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സംഭവമുണ്ട്. സെൽഫ് സഫീഷ്യൻറ്റി, സ്പിരിച്വൽ സെൽഫ് സഫീഷ്യൻസി. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് സ്പിരിച്വൽ സെൽഫ് സഫീഷ്യൻസിയെ കുറിച്ചാണ്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സെൽഫ് സഫീഷ്യൻസി ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഈശോ എടുത്ത് പപ്പ ജപ അടിക്കണുണ്ടല്ലേ? ആരാണത്? സെഞ്ചൂറിയൻ. ആ സെഞ്ചൂറിയൻ്റെ അടുത്ത് ലുക്ക 7:7 അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും കണ്ട അയാൾ ഹീസ് നോട്ട് സ്പിരിച്വലി സഫീഷ്യൻറ്റ്. എന്താ അയാളെ പറഞ്ഞു? സെഞ്ചൂറിയൻ ശതാബ്ദം എന്താ പറഞ്ഞത് ഈശോനെ കുറിച്ച്? അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് 50, 60, 55 വയസ്സുണ്ട്. ക്രോണോളജിക്കലി അയാൾക്ക് നല്ല വയസ്സുണ്ട്. പക്ഷേ അയാൾ ഈശോനെ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ പറ്റണില്ല അയാൾക്ക്. അയാളത് നേരിട്ട് പക്ഷെ പാവപ്പെട്ടവൻ തുടർന്ന് പറഞ്ഞു, അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് ആരോട് പറഞ്ഞ് അയാൾ എന്താ ചെയ്യണത്? അയാൾ യഹൂദ പ്രമാണിമാരോട് പറഞ്ഞു. യഹൂദ പ്രമാണിമാരാണ് ഈശോനോട് അയാളെക്കുറിച്ച് പറയണത്, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ലുക്ക 7:3 ശതാധിപൻ യേശുവിനെ കുറിച്ച് കേട്ട് തന്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവന്റെ അടുത്ത് അയച്ചു. അപ്പൊ ചില യഹൂദ പ്രമാണികളെ, പുള്ളിക്കാരന് ഒരു സ്പിരിച്വൽ സഫീഷ്യൻസി ഇല്ല, സെൽഫ് സഫീഷ്യൻസി ഇല്ല, ആധ്യാത്മികമായിട്ടുള്ള ഒരു യോഗ്യതയില്ല. അതുകൊണ്ട് അയാൾ വേറെ ഒരാളെ ചട്ടം കിട്ടുകയും അവർ വന്ന് എന്താ പറയണമെന്ന് വെക്കേ, അവർ വന്ന് ഈശ്വരനോട് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഭാഗമുണ്ട്. ലുക്ക 7:4-5 അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു. അവരും വന്നിട്ട് കേണപേക്ഷിക്കണം കേട്ടാ, നേരെ ഒന്നും പറയണില്ല. പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. സെഞ്ചൂറിയൻ ശതാധിപൻ അർഹനാണെന്ന്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒഴിവാക്കരുത്. കേണപേക്ഷിക്കണ ആ യഹൂദ പ്രമാണികൾ നല്ലവരാണ്. കേണപേക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഒഴിവാക്കപ്പെടാതിരിക്കാനാണ് കേണപേക്ഷിക്കണത്. എന്നിട്ട് കാര്യം പറയും. അതെന്താണ്? ആ ശതാധിപൻ്റെ ഒരു ആസ്തി ഭദ്രത എന്ന് പറയും. അയാൾ ദൈവത്തിൻ്റെ സന്നിധി സമ്പന്ന. വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രയർ? ഈ പ്രശ്നം തന്നെ നമുക്ക് മുന്നത്. വൈ ഷുഡ് ഐ ഹിയർ ദ പ്രയർ ഓഫ് ദി സെഞ്ചൂറിയൻ? എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? അവൻ സിനഗോഗ് പ്രാർത്ഥനാലയം പണിത് തന്നിട്ടുണ്ട്. എൻ്റെ ദൈവവേദന ഇതുപോലെ നിൻ്റെ ഈ വയസ്സില്ലേ, ഭൗമികമായ വയസ്സില്ലേ, 20 ആകാം, 25 ആകാം, ചില 40 ആകാം, 45 ആകാം, 55 ആകാം. ഈ വയസ്സിൻ്റെ ലെവലനുസരിച്ച് നിനക്ക് ദൈവത്തിരുസന്നിധിയിൽ ആസ്തി ഭദ്രത വേണം. നമ്മളെ എപ്പോഴും വില്ലനാക്കുന്നത് വയസ്സാണ്. തമാശ പറയല്ല. ഇപ്പം നിനക്ക് ഭക്തി ഉണ്ട്, വിശ്വാസമുണ്ട്, ദൈവത്തിരുസന്നിധി സുഹൃതങ്ങളുണ്ട്, ആസ്തി ഭദ്രത ഉണ്ട് എന്ന് ചോദിച്ചാൽ കർത്താവ് എന്താ തിരിച്ചു ചോദിക്കണത്? നിൻ്റെ വയസ്സ് ചോദിക്കും കർത്താവ്. നമ്മൾ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമ്മളുടനെ കർത്താവ് നമ്മുടെ ചോദിക്കും, നിൻ്റെ വയസ്സത്തെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും.
അപ്പം നിങ്ങളൊക്കെ ഇത് അന്നേ ചോദിച്ച കർത്താവ്, അതെവിടെ ചോദിച്ചു? നിക്കോദേമോസിനോട് ചോദിക്കണില്ല. അതാണ് സംഭവം. അയാൾ പറയാൻ പ്രായമായി എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്താ ചോദിക്കണത്? നീ ഇസ്രയേലിലെ റബിയല്ലേ? അതാണ് നിൻ്റെ സ്റ്റാറ്റസ്. അതാണ് ഇസ്രയേലിലെ റബി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തന്നെ റബിയാകത്തില്ല. അതിന് നല്ല പ്രായവും പക്വതയും ഇരുത്തവും വന്നിരിക്കണം. റബി അയാളുടെ ക്രൊണോളജി ക്ലിയർ, അയാളുടെ ഇമോഷൻ മച്യൂരിറ്റി, അയാളുടെ സ്റ്റാറ്റസ്, അയാളുടെ സ്റ്റാറ്റസിനെ പറ്റുന്ന രീതിയിൽ അയാൾക്ക് ദൈവത്തോടുള്ള റിലേഷൻസ് ഉണ്ടാകണം. യോഹന്നാൻ 3:10. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? അതിൻ്റെ നിക്കോദേമോസിനോട് പറഞ്ഞാണ്, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? അവൻ്റെ സ്റ്റാറ്റസിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അവൻ എന്താണ് വീണ്ടും ജനിക്കുന്ന കാര്യങ്ങളാണ് പറയണത്. അയാൾ ചോദിക്കണത് വീണ്ടും എങ്ങനെ ജനിക്കും, ഞാൻ പ്രായമായില്ല എന്ന് ചോദിക്കണത്. അപ്പം പ്രായമായിട്ട് കാര്യമില്ല, പ്രായത്തിന് അപ്പോൾ അറിവുണ്ടാകണമെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അത് ഭയങ്കര നിസ്സാരമല്ല, അത് ഭയങ്കര വെല്ലുവിളിയാണത്. അപ്പോൾ നമ്മളുടെ പ്രായത്തിനൊപ്പം ദൈവാനുഭവം നമുക്കുണ്ടാകണം. പ്രായത്തിനൊപ്പം നമുക്ക് ദൈവത്തിനെക്കുറിച്ച് അറിവും അനുഭവവും ഉണ്ടാകണം. അതുകൊണ്ട് അങ്ങനെ ഒരു അപ്ഡേഷൻസ് വന്നാലാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റത്തുള്ളൂ എല്ലാ വിഷയങ്ങളെയും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.